ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ദേവി പാലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ റെസിപ്പിയിൽ ഇന്നേ വരെ നിങ്ങളാരും എൻ്റെ ഫേസ് കണ്ടിട്ടില്ല. ഞാൻ റെസിപ്പി ഇടുന്ന സമയത്തൊന്നും എൻ്റെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ റെസിപ്പിയുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു കസിൻ്റെ മോളെ പരിചയപ്പെടുത്തിയാണ്. പൗർണമി എന്നാണ് പേര്. അപ്പോൾ പൗർണമിയാണ് ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നേരത്തെ ഇട്ടേച്ച ഒരു മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആണ് പൗർണമി ചെയ്യുന്നത്. അപ്പോൾ പൗർണമിക്ക് കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്യുക. അവളുടെ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളും അവൾക്ക് ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്ന അതേ കുറച്ചൊക്കെ അവൾ ആ ഒരു മെത്തേഡൊക്കെ മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി നന്നായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇന്നത്തെ കുട്ടികളുടെ കാര്യമൊക്കെ അറിയാമല്ലോ, കമ്പ്യൂട്ടറും ടി വിയും ഒക്കെ അവർ ഡെയിലി കാണുകയും ചെയ്യും. അതേപോലെ ചെയ്യാനുള്ളതും അതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നതുമാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പം അത്രയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. അതിലുപരി അവിടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ചെയിൻ്റെ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഈവൻ കട്ട് ചെയ്യുന്നേ പോലും എന്നെ കൊണ്ട് സമ്മതിച്ചില്ല കട്ട് ചെയ്യാൻ പോലും. കൊച്ചു കുട്ടിയല്ലേ ചത്തി എടുക്കണ്ടെന്ന് പറഞ്ഞു, എന്നാലും പോരാ, അവൾക്കത് ചെയ്യുന്നത് പോലും നല്ല രസമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക, അവൾക്ക് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളുന്നുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി പൗർണമിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും വേണ്ടി രണ്ടാമത്തെ എപ്പിസോഡിൽ പൗർണമീസ് കിച്ചണിൽ സ്വാഗതം. ഇന്ന് ഞാനാണെങ്കിൽ ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിൽക്ക് ഷേക്ക്. നിങ്ങൾക്കറിയാലോ, ഓറിയോ മിൽക്ക് ഷേക്ക്. ഓറിയോ ആണെങ്കിൽ ഞാൻ ഓറിയോയോ എന്താണെങ്കിൽ ഓറിയോയോ ഡ്രാഗൺ ഫ്രൂട്ടോ ബനാന മിൽക്ക് ഷേക്കോ ആപ്പിൾ മിൽക്ക് ഷേക്കോ എന്തെങ്കിലും ഉണ്ടാക്കാം. എൻ്റെ പേര് പൗർണമി ഹരികുമാർ. ഞാൻ അവറോഡ് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഷാർജയിലാണ് പഠിക്കുന്നത്. ഞാൻ 2R എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര്. അച്ഛൻ്റെ പേര് ഹരികുമാർ, എൻ്റെ അമ്മയുടെ പേര് മഞ്ജു ഹരികുമാർ. എനിക്കൊരു ചേച്ചിയുണ്ട്, പേര് ഹൈഷ്മ എന്നാണ്. എൻ്റെ ചേച്ചി ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മളൊക്കെ എൻ്റെ വയസ്സിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ഓറിയോ ബനാന മിൽക്ക് ഷേക്കാണ്. ഇത് നല്ല ടേസ്റ്റും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ വെള്ളമോ ടീയോ പകരം നിങ്ങൾക്ക് ഇതുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ പോവാണ്. ഇത് 1 ലിറ്റർ പാലാണ്. ഇത് പാൽ നല്ലതായിട്ട് കട്ടിയാണോ നമ്മളാണെങ്കിൽ ഈ പാലാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഫ്രീസറിലൊന്ന് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് വെക്കണം. ഇതാണ് ഈ മിൽക്ക്. എന്നിട്ട് ഈ ഓറിയോ ബനാന നമ്മൾ പീൽ ചെയ്തിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഇച്ചിരി ഷുഗർ മതി ആഡ് ചെയ്തത്. പിന്നെ ഹണി, ഷുഗർ ഇടുമ്പോഴും ഹണി യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഓറിയോ, പിന്നെ രണ്ടാമത്തെ ഓറിയോ, പിന്നെ ഏലക്ക, പിന്നെ കാഷ്യൂ നട്ട്സ്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബനാന കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് പീലാക്കാം. ഓക്കെ, നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞ് ബനാന ഇനി നമുക്ക് ഇതൊന്ന് കട്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാന ടേസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറിയോ എന്തെങ്കിലും ഇട്ടാം. സ്ട്രോബെറിയാണ് എനിക്കിഷ്ടം. പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ബനാനയാണ്. കാരണം അത് ഞങ്ങളുടെ വീട്ടിൽ സ്ട്രോബെറി ഇരിപ്പില്ല, ബനാന മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബനാന ഇടാമെന്ന്. ബനാന ഒക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറി അത്ര ടേസ്റ്റ് അല്ല. ഞാൻ വിചാരിച്ചു എന്തിനാ സ്ട്രോബെറി വെറുതെ കാശ് കളയുന്നത്, നമുക്കിത് മേടിച്ചാൽ മതിയെന്ന്. ഇത് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുക്കാക്കാൻ ട്രൈ ചെയ്തത്. ശരിക്കും എനിക്ക് കുക്കിംഗ് അറിയില്ല. പിന്നെ എൻ്റെ നിങ്ങൾക്ക് ദേവി പവലിയോൺ കാണാറില്ലേ, അവിടെ ശ്രീദേവി വല്യമ്മയാണ് ആൻറ്റി, എൻ്റെ വല്യമ്മയാണ്. ആ വല്യമ്മയിൽ നിന്നാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. എൻ്റെ ആവാറായി, ഇതൊന്ന് കട്ടാവണം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾറെഡി. ഇനി നമുക്കാണെങ്കിൽ ബ്ലെൻഡറിലിടാം ബനാനകൾ. ബനാന ഇത്രയും മതി ഏകദേശം.
നിങ്ങൾ ഐസ് ഇടല്ലോ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഐസ് ഇട്ട് കട്ടിയാവും. എനിക്ക് കട്ടിയാവുന്ന ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടോ. നമ്മൾ ബനാന ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ ഇടുക. ഷുഗർ സ്പൂൺ ഞാൻ എടുക്കുവാണേ. ഇച്ചിരി മതിയേ, ഇത്ര ഇടുക. എൻ്റെ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരിയും കൂടെ ഇനി ലാസ്റ്റ് ഇടാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏലക്ക ഇടണം. ഏലക്ക 4 എണ്ണം മതിയേ. 4 എണ്ണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഹണി ഇടുക. ഹണി പിന്നെയാണ് ഇടുന്നത്, സോറി. നമുക്കാണെങ്കിൽ ഓറിയോ ഇടണം. ഓറിയോ ഇടണം. നമ്മൾ ക്രാഷ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇടുക. കൂടുതൽ ക്രീമിയോ ഇത്ര എങ്ങനെ ആവും. പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ ഓറിയോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത്തിരി ഈ ഓറിയോ എന്തിനാന്ന് പറയട്ടെ. ഈ ഓറിയോ ലാസ്റ്റ് നമുക്ക് ഡെക്കറേഷന് ഈ കാഷ്യൂ അതിനാണ്. ഓറിയോയിൽ ക്രീമുള്ള ഭാഗം ആണെങ്കിൽ ഇതിനകത്ത് ഇടുക. ക്രീമില്ലാത്ത ബിസ്ക്കറ്റ് നമ്മൾ അവിടെ വെക്കുക. ഓക്കെ, നമ്മളാണെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കണ്ടില്ലേ. ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അയ്യോ, പാൽ ഇടാൻ മറന്നുപോയേ, സോറി. നമ്മൾ പാലിടാൻ മറന്നുപോയി. ഞാൻ അതാ ഇനി വേറെ എന്തെങ്കിലും വേണ്ടേന്ന്. ഓറിയോ നമുക്കിതിടാം. ഓക്കെ, ഇത്രയും മതി. നമുക്കിനി ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗമാണ്. ബ്ലെൻഡ് ആണെങ്കിൽ നമ്മൾ ഓറിയോ നല്ലതായിട്ടൊന്ന് കലച്ച് തന്നു. നല്ല ക്രഷായിട്ട് വേണം. നല്ല തണുപ്പ്. ഇപ്പോൾ നല്ല ഈ ബ്ലെൻഡറിന് നല്ലതായിട്ട് തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബ്ലെൻഡറിൽ കൊണ്ടിടാം. ഇനി ബ്ലെൻഡ് ചെയ്യാൻ പോകണം. ഡെക്കറേഷനിൽ നമ്മൾ ഒഴിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും മതി. ആ കപ്പിൽ ഇത്രയും മതി ആവും. നമ്മൾ ഇനിയും ആണെങ്കിൽ ഇതൊന്ന് ഡിസൈൻ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഓക്കെ, നമ്മളാണെങ്കിൽ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. രണ്ടാമത്തത് ഞാനാണെങ്കിൽ എൻ്റെ അത്രയും അനുസരിച്ച് ഞാൻ ചെയ്യുവാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഷേക്ക് ആണെങ്കിൽ ഇതിൽ രണ്ടിലും വയ്ക്കണം. നമുക്ക് ഇനി നെക്സ്റ്റ് ഷേക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ ഷേക്കൊക്കെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഡെക്കറേഷൻ ഈ ഹണി ലാസ്റ്റിൽ ഒന്നിട്ടുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം വെച്ചാൽ ഞാൻ കുറച്ച് ഇടിച്ച ഓറിയോ ഉണ്ട്. ഞാൻ ഇച്ചിരി അതിൽ ഇടാൻ പോവാണ്. അപ്പോൾ അതിൽ ഇടും. നമുക്ക് ഇച്ചിരി കൂടെ ഇതിലിടാം. നല്ല ടേസ്റ്റ് ആവട്ടെ. എല്ലാവരും കൊതി പിടിക്കും. ഇതൊന്നും കുടിക്കും. കുറച്ച് നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്കാണെങ്കിൽ ഇതിലാണെങ്കിൽ നിങ്ങൾ ഓറിയോയ്ക്ക് പകരം നിങ്ങൾക്ക് ഓറിയോ മിൽക്ക് ഷേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓറിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷെ ഹണി എന്തായാലും വയ്ക്കും. ഹണി വന്നാൽ സ്വീറ്റ് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനത്തെ വാൾനട്ട് എടുക്കാം ഡെക്കറേഷന്. ഇനി ഞാൻ രണ്ടും ഈക്വലായിട്ട് ഇടാം. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടണം. നിങ്ങൾക്ക് പിസ്ത എന്തെങ്കിലും ഇടാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിസ്ത അത്രയൊക്കെ ഡെക്കറേഷൻ ആക്കണം. ഓറിയോ ആയോ ഇത് വിട്ട് നല്ല ഡെക്കറേഷൻ ആണ്. എന്തായാലും ഡെക്കറേഷൻ ആയില്ലേ, പിന്നെന്താ. ഞാൻ ഇനി ഇത് ഈക്വൽ ആക്കാനോ ശ്രമിക്കുക. പക്ഷെ എനിക്ക് അത്രയും കഴിവ് എനിക്കില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഹണി ഒഴിക്കുക. അത് ഈസി ഇച്ചിരി ഒഴിച്ചു. ആദ്യം നമുക്ക് മേളിലെ ടോപ്പിൽ ആയിട്ടാണ് ഇച്ചിരി കൂടെ ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ പോലെ ഏത് ഫ്ലേവറിലും ഇങ്ങനെ ഉണ്ടാക്കണം. പക്ഷെ മറക്കരുത്, ഇവിടെ ഹണി സ്വീറ്റ് ആയിട്ട് വേണം. എന്നാലും ഡെക്കറേഷനിൽ അത് ഭംഗിയാവണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചോക്ലേറ്റ് സിറപ്പോ എന്തെങ്കിലും ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഹണിയെ യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ ചോക്ലേറ്റ് ഇത് ഇടാറുണ്ട്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ വീട്ടിൽ
ഉപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഹണി ഇപ്പോഴും നിറയെ ധാരാളം ഹണി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹണി ഒരു ടോപ്പിലും ഇവിടെ തിന്നൂരും പിന്നൂരും ഇത് കൈ കുടിക്കണം അല്ലേ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യണം. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ലതാണെങ്കിൽ നിങ്ങൾ എന്തുവാ ലൈക്ക് ചെയ്യണം. പന്നതാണെങ്കിൽ